എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 24/7/2024 നടന്ന ഫാം വർക്കർ മെയിൻ എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. നെക്സ്റ്റ്, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം? ആൻസർ ഓപ്ഷൻ ബി, ആനന്ദമഠം. നെക്സ്റ്റ്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ സി, ഗാന്ധിജി. നെക്സ്റ്റ്, ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിക്കപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, ബംഗാൾ. നെക്സ്റ്റ്, ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? ആൻസർ ഓപ്ഷൻ ബി, മൗലാന അബ്ദുൾ കലാം ആസാദ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, ലക്ഷ്യപ്രമേയം ഡോക്ടർ BR അംബേദ്കർ. അതാണ് തെറ്റായിട്ടുള്ള ജോഡി. ബാക്കി 3 ജോഡികളും ശരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 1, 2, 4. അതായത് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത. ആൻസർ ഓപ്ഷൻ സി, 1, 2 and 4. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ആൻസർ ഓപ്ഷൻ ബി, പാർലമെന്റ് ആണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. ഇതിൽ ആദ്യത്തെ 2 അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇവ രണ്ടുമാണ് മൗലിക അവകാശങ്ങൾ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി, 1, 2. നെക്സ്റ്റ്, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ആൻസർ ഓപ്ഷൻ എ, പ്ലേറ്റോ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചിട്ടുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. നെക്സ്റ്റ്, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണ പിള്ള. അതാണ് തെറ്റായിട്ടുള്ള ആൻസർ, തെറ്റായിട്ടുള്ള ജോഡി. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ആൻസർ ഓപ്ഷൻ എ, തിരുവിതാംകൂർ. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി, 1924 നവംബർ 1. നെക്സ്റ്റ്, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ എ, EMS നമ്പൂതിരിപ്പാട്. നെക്സ്റ്റ്, 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? ആൻസർ ഓപ്ഷൻ സി, 18ാമത് ലോകസഭയാണ് 2024 നിലവിൽ വന്നത്. നെക്സ്റ്റ്, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി, ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാനാണ് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവന തന്നിട്ടുണ്ട്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് 3 മാത്രമാണ് പഞ്ചശീല തത്വങ്ങളുമായിട്ട് ബന്ധം ഇല്ലാത്തത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഈ ഒരു പ്രസ്താവന പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ല. ബാക്കി 1,
2, 4 ഈ 3 പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമുള്ളതാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 3 മാത്രം. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3, 4 അതായത് ആ ഒരു ഓർഡറിൽ തന്നെയാണ്, ഈ തന്നിരിക്കുന്ന ഓർഡർ തന്നെയാണ് കൃത്യമായിട്ടുള്ള ഓർഡർ. 1, 2, 3, 4 അത് വായിച്ചു നോക്കിയാൽ മതി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് ആദ്യം നടന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു. നെക്സ്റ്റ്, ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. നെക്സ്റ്റ്, ചന്ദ്രയാൻ ദൗത്യം. അതാണ് 1, 2, 3, 4 എന്നുള്ള കറക്റ്റ് ഓർഡർ. ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ തന്നിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4. അതായത് ബൊക്കാറോ, ഫ്രാൻസ്. ആ ഒരു ജോഡിയാണ് തെറ്റ്. ബാക്കി എല്ലാ ജോഡികളും ശരിയാണ്. ബൊക്കാറോ, ഫ്രാൻസ് എന്നുള്ള ജോഡിയാണ് തെറ്റ്. നെക്സ്റ്റ്, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 3, 4 ഇതാണ് ശരിയായ പ്രസ്താവന. അതായത് 1951-56 ആണ് പദ്ധതിയുടെ കാലയളവ്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെട്ടു. ഇത് മൂന്നുമാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ്, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സുമൻ ബെറി. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി, 2023 ഓഗസ്റ്റ് 23. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 4 അതായത് പത്കായി-ബും, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഈ 3 അതായത് പത്കായി-ബും, മീസോ കുന്നുകൾ, ഗാരോ ഖാസി കുന്നുകൾ. ഇതാണ് ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇന്ത്യൻ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2, 4 അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അത് തെറ്റാണ്. അതുപോലെ താരതമ്യേന വീതി കൂടുതൽ, അതും തെറ്റാണ്. അപ്പൊ 2ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. നെക്സ്റ്റ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2, 3 അതായത് ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. അത് ശരിയാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം. അതും ശരിയാണ്. അത് രണ്ടുമാണ് ശരിയായത്. ബാക്കി 2 തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി, 2, 3. നെക്സ്റ്റ്, താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3, 4 അതായത് പാരദ്വീപും ഹാൽഡിയും ആണ് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. നെക്സ്റ്റ്, ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ആൻസർ ഓപ്ഷൻ എ, കൃഷ്ണ. നെക്സ്റ്റ്, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചീയപ്പാറ, പത്തനംതിട്ട. അത് ശരിയല്ല. ബാക്കി എല്ലാനും ശരിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. അതായത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പ നദിയുടെ പോഷക നദികളാണ് കക്കി, കല്ലാർ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കും. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2, 4 ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. ഇത് 3 ശരി. തെറ്റായത് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോലയാണ്. അപ്പോൾ അത് തെറ്റ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 1, 2, 4.
നെക്സ്റ്റ്, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ആണ് തെറ്റ്. അതായത് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി, അത് തെറ്റാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദനശേഷി 680 മെഗാവാട്ട്, അത് രണ്ടുമാണ് തെറ്റ്. 2ഉം 4ഉം ആണ് തെറ്റായിട്ട് വരുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, 2,4. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1 മാത്രം. അതായത് ശരിയല്ലാത്തത് ആദ്യത്തത് മാത്രമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം, ഇതാണ് മലനാടുകളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, 1 മാത്രം. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1, 2, 4. അതായത് KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്, ഇതാണ് കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ. 1, 2, 4, അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2,3. അതായത് യോജിക്കാത്ത പ്രസ്താവനകൾ എന്ന് പറയുന്നത് 2ഉം 3ഉം. മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി, അത് യോജിക്കാതെ തെറ്റാണ്. പിന്നെ അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി, അത് രണ്ടുമാണ് യോജിക്കാത്ത പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ ഡി, 2, 3. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ ഓപ്ഷൻ എ, പെരിയാർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കടൽത്തീരം ഇല്ലാത്ത ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ സി, പത്തനംതിട്ട. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? ആൻസർ ഓപ്ഷൻ സി, ദേശീയ ജലപാത 3. നെക്സ്റ്റ്, ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? ആൻസർ ഓപ്ഷൻ ഡി, 2023 ഓഗസ്റ്റ് 23. നെക്സ്റ്റ്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി? ആൻസർ ഓപ്ഷൻ ബി, SK വത്സൻ. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി? ആൻസർ ഓപ്ഷൻ എ, കെടാവിളക്ക്. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം? ആൻസർ ഓപ്ഷൻ സി, വിരാട് കോഹ്ലി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ആൻസർ ഇവയെല്ലാം ശരിയാണ്. അതായത് വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ, ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാം? ആൻസർ ഓപ്ഷൻ സി, സർദാർ പട്ടേൽ ആൻഡ് VP മേനോൻ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നെല്ല്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, അറബിക്ക. നെക്സ്റ്റ്, ISRO സ്ഥാപിതമായ വർഷം 1969, ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. നെക്സ്റ്റ്, യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം? ആൻസർ ഓപ്ഷൻ ബി, കോഴിക്കോട്. നെക്സ്റ്റ്, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ എ, ബീഹാർ. നെക്സ്റ്റ്, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 107. നെക്സ്റ്റ്, സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏത്? ആൻസർ ഓപ്ഷൻ സി, ആദിത്യ L1. നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ചെവി. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം ശരി. അതായത് വിറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. ബെറിബറി എന്ന രോഗം വിറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം? ആൻസർ ഓപ്ഷൻ എ ആണ്, പൊക്കാളി. നെക്സ്റ്റ്, കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, പീച്ചി. നെക്സ്റ്റ്, ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും? ആര്? ആൻസർ ഓപ്ഷൻ ഡി, ഉൽപാദകർ.
നെക്സ്റ്റ്, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ ഡി, അരുൺ അലോഷ്യസ്. നെക്സ്റ്റ്, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ആൻസർ BARC. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉമാണ് ശരി. അതായത് താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ, താപനിലയുടെ SI യൂണിറ്റ് ആണ് കെൽവിൻ. 1ഉം 4ഉമാണ് ശരി. ആൻസർ ഓപ്ഷൻ എ 1ഉം 4ഉം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി? ആൻസർ ഓപ്ഷൻ ഡി, ബലം പാസ്കൽ. ഇതാണ് തെറ്റായ ജോഡി. നെക്സ്റ്റ്, അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ്? ആൻസർ ഓപ്ഷൻ ബി, ക്രയോലൈറ്റ്. അതാണ് ശരിയായ ഉത്തരം. അലുമിനിയത്തിന്റെ ധാതു ക്രയോലൈറ്റ്. നെക്സ്റ്റ്, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ബേക്കലൈറ്റ്. നെക്സ്റ്റ്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം. അതായത് ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തുമാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ. നെക്സ്റ്റ്, 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ആൻസർ ഓപ്ഷൻ ബി, ടോവിനോ തോമസ്. നെക്സ്റ്റ്, 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം? ആൻസർ ഓപ്ഷൻ സി, കോയമ്പത്തൂർ. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. ബാക്കി രണ്ടും തെറ്റാണ്. നെക്സ്റ്റ്, അനോഫിലസ് കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മലമ്പനി. നെക്സ്റ്റ്, ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. ക്ഷയം, BCG. അത് മാത്രമാണ് ശരിയായ ജോഡി. നെക്സ്റ്റ്, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ആൻസർ ഓപ്ഷൻ ബി, ഇരുമ്പ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, ഹീമോഫീലിയ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. നെക്സ്റ്റ്, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, കുഷ്ഠം. നെക്സ്റ്റ്, നിപ്പ രോഗത്തിന്റെ പ്രകൃത്യാലുള്ള വാഹക ജീവിയാണ്? ആൻസർ ഓപ്ഷൻ ബി, വവ്വാൽ. നെക്സ്റ്റ്, ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിയുള്ള രോഗാണു ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി? ആൻസർ ഓപ്ഷൻ സി, അലോപ്പതി. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി? ഓപ്ഷൻ എ, വിമുക്തി. സർക്കാർ ജോലിക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി, മെഡിസെപ്പ്. നെക്സ്റ്റ്, ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി? ആൻസർ ഓപ്ഷൻ സി, പൊൻവാക്ക്. നെക്സ്റ്റ്, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? ആൻസർ ഓപ്ഷൻ ഡി, മോഹൻലാൽ. നെക്സ്റ്റ്, മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 - 5 + 6 - 6 × 5 + 3 = ആൻസർ ഓപ്ഷൻ സി ആണ്, 0. നെക്സ്റ്റ്, ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ്, 36. നെക്സ്റ്റ്, 1/1 × 2 + 1/2 × 3 + 1/3 × 4 എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 3/4. നെക്സ്റ്റ്, 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 4.8 കിലോമീറ്റർ. നെക്സ്റ്റ്, ഒരാൾ 450 രൂപയ്ക്ക് ആപ്പിൾ വാങ്ങി 423 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടശതമാനം എത്ര? ആൻസർ ഓപ്ഷൻ എ, 6%. നെക്സ്റ്റ്, 2 സംഭരണികളിൽ യഥാക്രമം 650 ലിറ്റർ 780 ലിറ്റർ വെള്ളം അടങ്ങിയിരിക്കുന്നു. 2 സംഭരണികളിലെയും വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കാൻ കഴിയുന്ന മറ്റൊരു സംഭരണിയുടെ പരമാവധി ശേഷി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 130 ലിറ്റർ. നെക്സ്റ്റ്, 1/1/4 വർഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 25/16. നെക്സ്റ്റ്, 0.12/0.3 × 0.4/0.2 × 0.6/0.4 വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 1.2.
നെക്സ്റ്റ്, ഒരു സഞ്ചിയിൽ 36.75 കിലോഗ്രാം അരിയുണ്ട്. ഇത് തുല്യമായി 7 സഞ്ചികളിലാക്കിയാൽ ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരി ഉണ്ടായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി 5.25 കിലോഗ്രാം. നെക്സ്റ്റ്, 12, 15, 18 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി 180. നെക്സ്റ്റ്, 20 × 15 - 8 + 120/4 - 5 × 5 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 145. നെക്സ്റ്റ്, 1, 2, 6, 15, 31, ഡാഷ് എന്ന ശ്രേണിയുടെ വിട്ടഭാഗത്തെ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ എ 56. നെക്സ്റ്റ്, ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 4:65. അതാണ് ഒറ്റയാൻ. നെക്സ്റ്റ്, 25 പേരുള്ള ഒരു വരിയിൽ ആരതി മുൻപിൽ നിന്ന് 18-മതും ലത പുറകിൽ നിന്ന് 25-മതുമായാൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 5. നെക്സ്റ്റ്, അപ്പുവിന്റെ വയസ്സിന്റെ 8 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. 3 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ വയസ്സ് അപ്പുവിന്റെ വയസ്സിന്റെ 5 മടങ്ങാകും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ ബി 32. നെക്സ്റ്റ്, സമാന പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. DGNPക്ക് ഇക്വലന്റ് ആയിട്ട് വരുന്നത് ADKM ആണ്. നെക്സ്റ്റ്, 2, 3, 5, 7, 11, ഡാഷ്. നെക്സ്റ്റ് വരുന്നത് ആൻസർ ഓപ്ഷൻ എ 13 ആണ്. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി 125/625. നെക്സ്റ്റ്, 4 + 8 = 20 ആയാൽ 6 + 10 എന്നത് ഏത് സംഖ്യയോട് തുല്യമായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് 44. നെക്സ്റ്റ്, ശരിയായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് പുല്ല്, പുൽച്ചാടി, തവള, പാമ്പ്, കഴുകൻ, ബാക്ടീരിയ. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ. അപ്പോൾ ഇത് 10th ലെവലിൽ വരുന്ന എക്സാമിനൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.